പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നത്. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ ചേർന്ന് പാടാമോ? യേശു വരുന്ന നാളിൽ, യേശു വരുന്ന നാളിൽ എന്റെ കാര്യം പിടിച്ച് തന്റെ മാറോടണ് ചീടുമേ. യേശു വരുന്ന നാളിൽ എന്റെ കാര്യം പിടിച്ച് തന്റെ മാറോടണ് ചീടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തരുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആ ആഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ. എല്ലാ ദൈവജനങ്ങൾ 10 നിമിഷം നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്, കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്. ഓ ഈ നന്ദിയോടെ നന്ദിയോടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം അതിലെ ഭാരമല്ല, വേദനയല്ല, നിരാശയല്ല. ഓ ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം ചുമക്കുന്നവരായി, ദൈവസാന്നിധ്യം ചുമക്കുന്നവരായി ദൈവമകത്തം ചൊല്ലിക്കട്ടെ, ദൈവമകത്തം ചൊല്ലിക്കട്ടെ എല്ലാ ദൈവജനം. ചില നിമിഷങ്ങൾ We thank you Lord, we thank you Jesus. Amen, amen. Oh hallelujah, hallelujah, hallelujah. അല്പനിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കാം, അല്പനിമിഷങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താം. നന്ദിയോടെ നന്ദിയോടെ എല്ലാ ദൈവജനം അല്പനിമിഷങ്ങൾ ആത്മാർത്ഥമായി ഇന്ന് പകൽക്കാലം എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ വേദനകൾ മാറട്ടെ, എല്ലാ ദുഃഖങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ നാളുകൾ ജീവിതത്തിൽ വെളിപ്പെടുന്നു, മഹത്വത്തിന്റെ ദിനങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഓ മഹത്വത്തിൽ തന്നെ, മഹത്വത്തിൽ മറഞ്ഞായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണേ. ഹല്ലേലൂയ. ഓ ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ വേണം പകൽക്കാലം ഓരോ നിമിഷവും ഹല്ലേലൂയ തന്റെ തങ്ക ചിറകിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് നന്ദിയോട്, ആ കർത്താവിന്റെ കരുതലിനെ ഓർത്ത് നന്ദിയോട്. ഓ എല്ലാ ദൈവജന ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വം വെളിപ്പെടുന്നു. ദൈവസാന്നിധ്യം ചലിക്കട്ടെ. എല്ലാ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഏറ്റുമാറട്ടെ. ഓ Oh, we thank you Lord. Hallelujah. ദൈവജനം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നു. ഓ അവൻ അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. അവൻ വീരനാ ദൈവമാണ്. ഇന്ന് പകൽക്കാലം അത്ഭുത മന്ത്രി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. We thank you Lord. We thank you Jesus. Oh, we thank you Lord. We thank you Jesus. ഭാരങ്ങൾ മാറുന്നു, വേദനകൾ മാറുന്നു. ഹല്ലേലൂയ. തീങ്കൽ മെഴുകുരുകി മാറുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സൂര്യപ്രകാശത്തിന് മുൻ മഞ്ഞുരുകി മാറുന്നത് പോലെ ദൈവജനത്തെ അലട്ടുന്ന വേദനകൾ, ഓ ഭാരങ്ങൾ. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പകൽക്കാലം നമ്മെ പരിപാലിക്കുന്ന, നമ്മെ പുലർത്തുന്ന കർത്താവ് നമ്മോട് കൂടെ വിശ്വാസത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദിയോടെ
ഓ ഹല്ലേലൂയ. മഹത്വത്തിന്റെ കർത്താവ്, മഹത്വത്തിന്റെ പ്രത്യാശ കർത്താവ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. Oh, hallelujah. Hallelujah. We thank you, Jesus. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമഹത്വത്തിൽ നിന്ന് പകൽക്കാലം നമുക്ക് പ്രത്യാശിക്കാം. ഹല്ലേലൂയ. ദൈവാലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ നാം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്ന ആലയമായി തീരാം. ഹല്ലേലൂയ. നാം എവിടെ ആയിരുന്നാലും ദൈവ സാന്നിധ്യത്തിൽ, ഓ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ഹല്ലേലൂയ അവർ മാറി മാറി അടിച്ചപ്പോൾ ദൈവ സാന്നിധ്യം സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന മേഖലകളിൽ നാം കടന്നു പോകുന്ന ഹല്ലേലൂയ വഴികളിൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ചലിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയമായി ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം പാടിയതുപോലെ ഓ ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്ന മേഖലകൾ, നിങ്ങൾ പാർക്കുന്ന ഭവനങ്ങൾ അതെത്ര പ്രതികൂലത്തിന്റെ മധ്യത്തിലാണെങ്കിലും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ ആലയമായി നിങ്ങൾ അവിടെ കടന്നു പോകുമ്പോൾ ദേശത്തിൽ ഇരുട്ടുകൾ മാറും. ഹല്ലേലൂയ. ദേശത്ത് പുതിയൊരു വെളിച്ചം ഇന്ന് പകൽക്കാലം വരും. ഇന്ന് പകൽക്കാലം നമ്മെ തകർക്കുവാൻ നോക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മെ ഹല്ലേലൂയ എതിരെ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ്സോടെ, ദൈവത്തിന്റെ മഹത്വത്തോടെ നമുക്ക് ഇറങ്ങി ചെല്ലാം. ഇന്ന് പകൽക്കാലം അല്പ നിമിഷങ്ങൾ കൂടെ കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാമോ? വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും. തൻ ദയ ഒന്നായി ഘോഷിക്കും. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഹല്ലേലൂയ സങ്കീർത്തനം 34:3 പ്രകാരം പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. പാട്ടുകാരനെ പ്രകാരം പാടുന്നു, പാലകനേശുവെ മറന്നിരിക്കും, തൻ ദയ ഒന്നായി ഘോഷിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്നായി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താമോ? കർത്താവിന്റെ നാമത്തെ ഉയർത്താമോ? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ ഈശാനമൂലൻ അടിച്ചുയർന്ന് പടക് തകർന്നെന്ന് തോന്നിയപ്പോൾ ഞൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്ത് ഇന്ന് പകൽക്കാലം ഉറപ്പുള്ള ആ എല്ലാ ദൈവജനവും ഹല്ലേലൂയ കഴിഞ്ഞ നിമിഷങ്ങൾ ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ദൈവം നടത്തിയ അത്ഭുതകരമായ പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ ഹല്ലേലൂയ കരങ്ങളെ ചേർത്തടിച്ച് പാടി നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ ദൈവജനം പ്രാർത്ഥനയോടെ പകൽക്കാലം വലിയ ദൈവപ്രവർത്തികൾ ജീവിതങ്ങൾ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവമക്കൾ വെളിവയ്ക്കപ്പെടട്ടെ ശക്തിയോടെ. ചേർന്ന കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ശക്തിയോടെ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഒരിക്കൽ കൂടെ ചേർന്ന് വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും. തന്റെ ഒന്നായി ഘോഷിച്ചിടാം. പാലകനേശുവെ മറന്നിരിക്കും. തന്റെ ഒന്നായി ചേർന്ന് വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി. കർത്താവിന്റെ നാമം ഉയർത്തുവാൻ അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ ഈശാനമൂലൻ നമ്മുടെ ജീവിതമാകുന്ന പടകിനെ തകർക്കുവാൻ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും ഞൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു സ്തുതിച്ചിടുക. ഞൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, ഇന്നെന്ന ഭാരത ഞാനിറങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത ഞാനിറങ്ങിയപ്പോ
ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തൊന്ന് സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ അവൻ സ്നേഹത്തെ ഓർത്തൊന്ന് സ്തുതി വാഴ്ത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തി, കർത്താവിന്റെ നാമം വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്ന് പഴുതില്ലാതെ. ഓ കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥൻ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥൻ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. ചേർന്ന് വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ. വിശ്വാസത്തോട് ചേർന്ന് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അമേരിക്കോ മതിലുകൾ ഉയർന്നിരുന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിടുമ്പോൾ വന്നതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം അർപ്പിടുമ്പോൾ വന്നതിൽ വീഴും. വിശ്വാസത്തോടെ കാണുന്നു ഞാൻ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ. ചേർന്ന് അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ എത്ര പേർക്ക് ഉറപ്പുണ്ട്? അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തനാവൻ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തനേശു കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാലു നാളായാലും നാറ്റം ബാധിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാലു നാളായാലും നാറ്റം ബാധിച്ചാലും കല്ലറ മുൻപിൽ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. അവൻ വിശ്വസിച്ചാൽ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അവൻ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. വിശ്വാസത്തോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെല്ലാം അറിയുന്നു ഞാൻ.
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഓ എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കുള്ള ദൈവജനക്ഷേമാത്മമായി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അത് എന്തിനും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ഓ ആഴങ്ങൾ കടന്നി ഒന്ന് പറയാമോ? ഇന്ന് നടത്തുന്ന യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. എന്നെ നടത്തുന്ന യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയും. ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. എന്റെ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരാ. ശക്തിയോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതില്ല. ദൈവമക്കൾ ചേർന്ന് അനുവദിച്ചിട്ടുണ്ട്. പകൽക്ക് നാം കടന്നു പോകുന്ന വേദനകൾ, നാം കടന്നു പോകുന്ന ശൂന്യതകൾ നമ്മെ തകർക്കുവാനല്ല. ഓ നമുക്ക് വേണ്ടി ഹല്ലേലൂയ വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ നാളുകൾ നമുക്കത് പ്രാപിക്കാം. വിശ്വാസത്തോടെ അറിയുന്നു ഞാൻ, എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അത് എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. ശബ്ദമുയർത്തില്ല ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ട് അല്പനിമിഷങ്ങൾ. ഓ ഇന്ന് പകൽക്കാലം സകല നന്മയ്ക്കായി ചെയ്യുന്നവൻ, സകല നന്മയ്ക്കായി ചെയ്യുന്ന പകൽക്കാലം ജീവിതത്തിൽ പരീക്ഷയിൽ കൂടെ, വേദനയിൽ കൂടെ, നിരാശയിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഓ ഹല്ലേലൂയ, അതിന്റെ അപ്പുറം നമുക്ക് വേണ്ടി മഹത്തരമായ നന്മകളെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ ഈ നാളുകൾ നമുക്കത് പ്രാപിക്കാമോ? ഹല്ലേലൂയ. പരീക്ഷയുടെ മധ്യത്തിൽ, ശൂന്യതയുടെ മധ്യത്തിൽ തളർന്നു പോകാതെ വേണം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായവൻ ഇന്ന് പകൽക്കാലം നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവിൽ നമുക്ക് ഇന്ന് പകൽ ആശ്രയിക്കാം. ശൂന്യതകൾ മാറുന്നു, വേദനകൾ മാറുന്നു. ഓ മഹത്വം വെളിപ്പെടട്ടെ. ദൈവജനത്തിന്റെ പകൽക്കാലം വെടിവെക്കപ്പെടാൻ എല്ലാ ശൂന്യതകളും, എല്ലാ വിഷമങ്ങളും, എല്ലാ പരാജയങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നിരാശകളും, എല്ലാ കണ്ണുനീരും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിനെ വിട്ടുമാറട്ടെ. നന്ദിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ. നന്ദിയോടെ എല്ലാ ദൈവമക്കളും ചില നിമിഷങ്ങൾ കൂടെ കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നാം പാടിയതുപോലെ ജീവിതത്തിൽ വേദനകൾ കൂടെ പ്രയാസയിൽ കൂടെ നമുക്ക് നാം കടന്നു പോകുന്നെങ്കിൽ അതിനപ്പുറത്ത് മുഖത്തരമായ നന്മകളെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. പകൽക്കാലം ഹല്ലേലൂയ വേദനകൾ കണ്ട് നാം നിരാശപ്പെടേണ്ട. ഓ ഭാരങ്ങൾ കണ്ട് നാം ഹല്ലേലൂയ നിരാശപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ, സകലം തീർന്നുവെന്ന് പറഞ്ഞിട്ട് പുതിയ ആരംഭങ്ങളെ കുറയുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. ഓ പരീക്ഷേന്റെ ദൈവം അനുവദിച്ചാൽ അതിന്റെ പരിഹാരവും അവൻ എനിക്കായിട്ട് കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഓ അതിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഭാരപ്പെട്ടു പോകാതെ, വേദനപ്പെട്ടു പോകാതെ ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ നമുക്ക് പ്രത്യാശിക്കാം. ഹല്ലേലൂയ. ഓ അന്ത്യത്തോളം നമ്മെ നടത്തുന്നവൻ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ ദൈവമക്കൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുതുന്നാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ പകൽക്കാലം ജീവിതത്തിൽ ഹല്ലേലൂയ അല്പമല്ലാത്ത പ്രയാസത്തിൽ കൂടെ, കഷ്ടത്തിൽ കൂടെ, കണ്ണുനീരിൽ കൂടെ പകൽക്കാലം നാം ആയിരിക്കുന്നെങ്കിൽ നമ്മെ വിളിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. ഓ ഏത് ശൂന്യതയുടെ മധ്യത്തിലും, ഏത് വേദനയുടെ മധ്യത്തിലും, ഏത് ദുർഘടമായ ഹല്ലേലൂയ മേഖലകളിലും അത്ഭുതകരമായി നമ്മെ പരിപാലിക്കുവാൻ അവൻ ശക്തനാണ്. കർത്താവ് നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കത്തില്ല. അന്ത്യം വരെ ഹല്ലേലൂയ അവൻ നമ്മോട് കൂടെ. ഒരു നാൾ നമ്മെ കൈവിടാത്ത, ഒരു നാൾ നമ്മെ ഉപേക്ഷിക്കാത്തവൻ. ഈ നാളുകളിൽ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. അവനിൽ തന്നെ നമുക്ക് പ്രത്യാശികൾ. അധികം മക്കൾ അല്പ നിമിഷങ്ങൾക്കൂടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിനെ നന്ദിയോടെ ഹല്ലേലൂയ ആരാധിച്ചു തുടങ്ങിയാട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. വേദനകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. ഹല്ലേലൂയ. അന്ത്യത്തോളം ചിറകടിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിൽ അവൻ കാത്തിടും ധരയിൽ. രോഗത്തിൽ ഒന്ന് പറയാമോ? ആപത്തിലും രോഗത്തിലും യേശുവാ എനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നമ്മെ കൈവിടാതെ ഓരോന്നും. സാധു എന്നെ കൈവിടാതെ കൊടും കാറ്റ് തിരമാല, കൊടും കാറ്റ് തിരമാലയും പടകിൽ വന്നടിക്കും. കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നടിക്കും. അന്നേരവും നമ്മുടെ ചാരൻ നേരമെന്നെ ചാരയുണ്ട്. ഓ നേരമെന്നെ ചാരയുണ്ട്. നാഥനും വല്ലഭനാ സാധു എന്നെ കൈവിടാതെ. ഓരോ നിമിഷവും നമ്മെ നടത്തുന്നു ആ കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്ന പകൽക്കാലം. സാധു എന്നെ കൈവിടാതെ നമ്മെ കൈവിടാത്ത സാധു എന്നെ കൈവിടാതെ. Thank you Jesus, thank you Lord. നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ, നന്ദിയോടെ ഞങ്ങളങ്ങ് മുഖത്തപ്പെടുത്തി. ഞങ്ങൾ പാടിയതുപോലെ ഓരോ നിമിഷവും ഞങ്ങളെ കൈവിടാതെ അന്ത്യത്തോളം തന്നെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി പരിപാലനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഹല്ലേലൂയ അങ്ങയെ ഉയർത്തുവാൻ, അങ്ങയെ
ആരാധിക്കണം. കർത്താവെ, ഞങ്ങൾ അങ്ങ് സഹായിക്കും. ഇന്ന് പകൽക്കാലം വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മറഞ്ഞായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷ്ടത്തിന് ഞങ്ങൾ ശക്തമായി ഉപയോഗിക്കും. തുടർന്നുള്ള നിമിഷം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കൃപയിൽ തന്നെ ആയിരിക്കും ഞങ്ങളെ സഹായിക്കും. ഹാലിലും ഓൺലൈനിലും വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നു. പകൽക്കാലം അങ്ങയുടെ സാന്നിധ്യത്തിൽ അവരെ അങ്ങ് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പുകഴ്ച സകല ബഹുമാനം യേശുവിനെ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേദപുസ്തകങ്ങളെ തുറക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 ഒരുമിച്ച് ചേർന്ന് നമുക്ക് വായിക്കാമോ? ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപിച്ചൻ, മനസ്സു തകർന്നവരവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ കൊല്ലുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയുമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കുടെ സ്ഥാനങ്ങളിലിരിക്കാം. പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശുദ്ധ പകൽക്കാലം വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനിൽ കടന്നു വരാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രകാരം ഒരു ഭാഗ്യം ഒരുക്കി നൽകി. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ ഹല്ലേലൂയ. ഈ മാർച്ച് മാസത്തിന്റെ അവസാനത്തെ ഹല്ലേലൂയ ആഴ്ചകൾ നാമായിരിക്കുമ്പോൾ കഴിഞ്ഞ നിമിഷങ്ങൾ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കർത്താവ് അത്ഭുതകരമായി നമ്മെ പരിപാലിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനം നാം പാടിയതുപോലെ, നാം കർത്താവിനെ ആരാധിച്ചതുപോലെ കണ്ണുനീരിൻ്റെ വേളകളിലാണോ, നാം ഹല്ലേലൂയ കടന്നുപോയ ഹല്ലേലൂയ ദുഃഖത്തിൻ്റെ താഴ്വരയിലാണോ, എല്ലാ സ്ഥാനത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, നമുക്കിന്ന് പകൽക്കാലം ദൈവമക്കൾക്ക് പറയുവാൻ കഴിയുന്നത്, ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. എല്ലാ കാലത്തും ഞാൻ കർത്താവിൽ ആശ്രയിക്കും. നാം വായിച്ച സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പാടുന്നു, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് മേഖലകൾ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഇന്ന് പകൽക്കാലം നാം എവിടെയായിരുന്നാലും ഹല്ലേലൂയ ആ ഒരു വാക്യം നാം ഒരിക്കലും മറന്നു പോകല്ലേ. കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ നാം പിന്മാറി പോകുന്നവരായിട്ടല്ല, കർത്താവിനെ ഉയർത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ യാചനകളുടെ ശബ്ദം ഹല്ലേലൂയ ഒരുപക്ഷെ ഹല്ലേലൂയ അതിന് മറുപടികൾ ലഭിച്ചില്ലെങ്കിലും, നമ്മുടെ കരച്ചിലിന് ഹല്ലേലൂയ അതിന് മറുപടി ലഭിച്ചില്ലെങ്കിലും ഇന്ന് പകൽക്കാലം എന്ന് പറയാമോ, ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് മേഖല, എൻ്റെ ജീവിതത്തിൽ താഴ്ചയാണോ, ഉയർച്ചയാണോ, ദുഃഖമാണോ, കഷ്ടമാണോ, നിരാശയാണോ, വേദനയാണോ, കണ്ണുനീരാണോ, സന്തോഷമാണോ, അനുഗ്രഹമാണോ, ഹല്ലേലൂയ എന്ത് സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ മാറി മാറി വന്നാലും അതൊന്നും ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന്, കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെ ഹല്ലേലൂയ പിന്നോട്ട് വലിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്ന് പറയാമോ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. ഇന്ന് പകൽക്കാലം ആ തീരുമാനത്തോടെ നമുക്കായിരിക്കും, അപ്രകാരം നാം തീരുമാനത്തോടെ നാം ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ
കർത്താവ് നമ്മെ ഒരു നാളും കൈവിടത്തില്ല, നമ്മെ ഒരു നാൾ അവൻ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു നാൾ നമ്മെ മറക്കത്തില്ല, അവൻ എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയമായി കർത്താവ് നമ്മെ ഹല്ലേലൂയ മാനിക്കും. ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കും ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് ദൈവവചനത്തിലെ ഹല്ലേലൂയ ദൂതകളെ വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഒരുക്കമുള്ള ഹല്ലേലൂയ ഒരു വയൽ നിലം പോലെ ഇന്ന് പകൽക്കാലം നമുക്കതിനെ ഒരുക്കിയെടുക്കാം. ഹല്ലേലൂയ. ഇവിടെ വിളിച്ചു പറയുന്ന ദൈവവചനങ്ങൾ അത് നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് പകൽക്കാലം വീഴട്ടെ. ഇന്ന് പകൽക്കാലം അത് ഹല്ലേലൂയ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുന്നത് തീരട്ടെ. വരുന്ന ആഴ്ചകളിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ വരുമ്പോൾ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വിശ്വാസത്തോടെ ആ ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് തുറന്നുള്ള നിമിഷങ്ങൾ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ കടന്നു വന്ന ദൈവവചനം ശുശ്രൂഷിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നല്ല പകലിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ പാടി സ്തുതിപ്പാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ നിന്നും ഒക്കെയും അല്പസമയം നാം ധ്യാനിച്ചല്ലോ. ചില മിനിറ്റുകൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ചെറിയൊരു ദൂത് വേഗത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ Gospel of Luke chapter 22 verse 31, 31-ാമത്തെ വാക്യം. 22-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഒരാൾക്ക് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാമോ? ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പാകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശാന്തമായി ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഒട്ടനവധി പ്രാവശ്യം നാം ഈ ദൈവവചനത്തിൻ്റെ അടുക്കൽ കടന്നു വരികയും ഈ വചനത്തിൽ നിന്ന് ആഴമേറിയ ചില ദൈവിക ചിന്തകൾ നാം ശ്രവിക്കുകയൊക്കെ ചെയ്തവരാണ്. പക്ഷെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന 1-2 ചിന്തകൾ വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം നമുക്ക് നാം പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ, ഏകദേശം 4 കാര്യങ്ങൾ അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിനെതിരെയുള്ള ഒരു ഗൂഢാലോചന 1 മുതലുള്ള അധ്യായങ്ങൾക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് യേശുവിന് എതിരെ പുറത്ത് ഗൂഢാലോചന നടക്കുമ്പോൾ വിരിച്ചൊരുക്കിയ വൻമാളികയിൽ അന്ത്യ അത്താഴം കഴിക്കുന്ന ശിഷ്യന്മാരും കർത്താവിനെയും നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് 3-ാമത് വ്യത്യസ്തമായി നിൽക്കുന്നത് ശിഷ്യന്മാരുടെ ഇടയിലുള്ളൊരു ചോദ്യമാണ്, അവരിൽ ആരാണ് വലിയവൻ? ഒന്ന്, യേശുവിനെതിരെയുള്ള ഗൂഢാലോചന പുറത്തു നടക്കുമ്പോൾ വിരിച്ചൊരുക്കിയ മൺമാളികയിൽ ശിഷ്യന്മാരും കർത്താവും തൻ്റെ ശിഷ്യന്മാരുമായി ആയിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ആ അന്ത്യ അത്താഴം അല്ലെങ്കിൽ ആ പെസഹ അവർ ആചരിക്കുന്ന സമയത്തും അതിലിരിക്കുന്ന 12 പേരിലെ ഒരുവൻ ഇറങ്ങിപ്പോയി 11 പേരുടെയും ചിന്ത അവരിലാരാണ് വലിയവൻ. അതിനകത്ത് അവരിലാരാണ് വലിയവനെന്ന് ചോദ്യങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ ആരാണ് വലിയത്, ശിഷ്യന്മാരിൽ ആരാണ് വലിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്. പരസ്പരം ചോദിക്കുന്നതിനിടയ്ക്ക് കർത്താവ് അവരോട് ചില മറുപടികൾ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ മറുപടി പറഞ്ഞ അനന്തരം കർത്താവ് ശീമോനെ നോക്കി പറയുകയാണ്, ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ
പാറ്റിക്കളയേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു, എന്നോട് അനുവാദം ചോദിച്ചു. ഇനി പകൽക്കാലം നാം ഈ ക്രിസ്തീയ മേഖലകൾക്കകത്ത്, അല്ലെങ്കിൽ ഈ ദൈവികമായ ബന്ധത്തിനകത്ത്, ദൈവികമായ പദ്ധതിക്കകത്ത് ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാം എല്ലാവരും പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികളാണ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പിൻപറ്റുന്ന ക്രിസ്തു ഭക്തരാണ് നാം. പക്ഷേ നാം പോലും അറിയാതെ നമ്മെ ഒന്ന് തകർത്ത് കളയാൻ ശത്രു എവിടെയൊക്കെ പല പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. പല ഗൂഢാലോചനകൾ നമുക്കെതിരെ, രഹസ്യ അജണ്ടകൾ ഈ പകൽക്കാലവും മിനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തിക്കളയാൻ, എങ്ങനെയെങ്കിലും ഒന്ന് തളർത്തിക്കളയാൻ, എങ്ങനെയെങ്കിലും വിശ്വാസത്തിൻ്റെ പോർക്കളത്തിനകത്ത് ഒതുക്കിക്കളയാൻ സാത്താൻ ശക്തിയോടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവരുമ്പോൾ ഈ പകൽക്കാലം കർത്താവിനോട് പറയണം, കർത്താവേ, നിന്നത് കഴിവ് കൊണ്ടല്ല, നിന്നത് മിടുക്ക് കൊണ്ടല്ല, നിന്നത് അങ്ങയുടെ കൃപയാലാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ നന്നായി ഒന്ന് സ്തുതിക്കണം. ഈ 2026 മൂന്നാമത്തെ മാസത്തിലും നിർത്തിയത് കർത്താവാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിനകത്ത് എത്രയോ അനർത്ഥങ്ങൾ ശത്രു പദ്ധതിയിട്ടു, എത്രയോ ഗൂഢാലോചനകൾ നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ എത്രയോ രഹസ്യ പരസ്യ അജണ്ടകൾ ശത്രു ഇട്ടു. അവിടെയൊന്നും വീഴാതെ നിർത്തിയ ആ തമ്പുരാനെ ഇന്ന് പകൽക്കാലം മടികൂടാതെ എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയുക, എത്ര പേർക്ക് സന്തോഷത്തോടെ ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുക. നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന്, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച നല്ല കർത്താവിന് ഇന്ന് പകൽക്കാലം ആഴമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ നന്നായി അല്പസമയം ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇന്ന് പകൽക്കാലം സബിംബാസ് പ്രസംഗിക്കുന്നത്, സബിംബാസ് മിടുക്കുകൊണ്ടല്ല. ഇവിടെ നിങ്ങളിരുന്ന് ആരാധിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കുകൊണ്ടല്ല കുഞ്ഞ്, ഈ പകൽക്കാലം കർത്താവ് നിർത്തിയത് കൊണ്ടാണ്. ശത്രു പാറ്റിക്കളയാൻ, ശത്രു വീഴ്ത്തിക്കളയാ, കുടുംബത്തോടെ മുച്ചൂട് മുടിച്ചു കളയാ, ശുശ്രൂഷയിൽ നിന്നൊന്ന് തകർത്ത് കളയാ, നിന്റെ കുടുംബ ജീവിതത്തെ ഒന്ന് ചിതലമാക്കാ, നിന്നെ ആത്മീക ജീവിതത്തെ ഒന്ന് തകർത്ത് കളയാ. എത്രയോ രഹസ്യ പരസ്യ അജണ്ടകൾ ഇട്ടിട്ട് നിർത്തിയ കർത്താവിന് ഇങ്ങനെ സ്തുതിച്ചാ പോരാ, ഇങ്ങനെ ആരാധിച്ച പോരാ. ശത്രു ഒരുക്കിയ ആയുധങ്ങൾ അവൻ ആയുധങ്ങൾ ഒരുക്കാഞ്ഞിട്ടല്ല, അവൻ ഒരുക്കിയ ആയുധങ്ങളൊന്നും ഫലിക്കാതെ വണ്ണം ജയത്തോടെ ക്ഷേമത്തോടെ നിന്റെ തല താഴ്ത്തുമെന്ന് വെല്ലുവിളിച്ചവരുടെ മുൻപിൽ, നിനക്ക് കാണിച്ചു തരാമെന്ന് വാദിച്ചവരുടെ മുൻപിൽ, നിന്നെ തീർത്തു കളയുമെന്ന് നിനക്കെതിരെ പദ്ധതിയിട്ടവരുടെ മുൻപിൽ നീ ഇനി ഒരിക്കലും തല ഉയരത്തില്ലെന്ന് വാദിച്ച മനുഷ്യരുടെ മുൻപിൽ ജയത്തോടെ ദൈവത്തെ ആരാധിപ്പ, ദൈവത്തെ സ്തുതിപ്പ, ദൈവത്തെ മഹത്വപ്പെടുത്ത. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുകയാണ്. ചില ശത്രുവിട്ട രഹസ്യ അജണ്ടകൾ ദൈവം പൊളിക്കുകയാണ്. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, നീ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ ശത്രുവിട്ട ചില രഹസ്യ അജണ്ടകൾ, നിന്റെ തലമുറയ്ക്കെതിരെ ശത്രുവിട്ട ചില രഹസ്യ അജണ്ടകൾ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ഉയർച്ചകൾക്കെതിരെ ശത്രു ഇട്ട ചില രഹസ്യ അജണ്ടകളെ ഈ പകൽ എന്റെ ദൈവം പൊളിക്കുകയാണ്. ഈ പകൽ എന്റെ ദൈവം പൊളിക്കുകയാണ്. അസാധാരണമായൊരു നീതി ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. ഓ റീബാരാബാരം ധര വൈഡബരഗബാ റീബരവച്ചബരം ധര വൈഡബ അർത്ഥര വൈഡബരം ധുരവച്ചബരം ധര ഘടകരം ധര വൈഡബരഗബാ. യെസ് റൈസ് റാംധാരാബ അർത്ഥമാന വൈഡബാല ഘടകചാര വീരവച്ച. വലിയൊരു ദൈവ സാന്നിധ്യം എന്നും അറിയില്ല, വലിയൊരു ദൈവമഹത്വം. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ശത്രു ഒരുക്കുന്ന ചില ആയുധങ്ങളെ ദൈവം നിഷ്ഫലമാക്കുകയാണ്.
മുളയിലെ നുള്ളിക്കളയേണ്ടതിന് വേണ്ടി, നിന്റെ തലമുറകളെ തകർത്ത് കളയേണ്ടതിന് വേണ്ടി, ചിലവിനെ രോഗിയാക്കി തീർക്കേണ്ടതിന് വേണ്ടി, നിന്റെ കുടുംബത്തിനകത്ത് നിലവിളി ഉയർത്തേണ്ടതിന് വേണ്ടി, നിന്റെ കുടുംബജീവിതത്തെ ചിലമാക്കേണ്ടതിന് വേണ്ടി ശത്രുവിട്ട ചില രഹസ്യ അജണ്ടകൾ ഇന്ന് പകൽ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ജയം ഇന്ന് പകൽ നിന്റെ കൂടെയാണ്. ജയം ഇന്ന് പകൽക്കാലം നീ പ്രാപിച്ചിട്ട് ഇവരകത്തുനിന്ന് പുറത്തു പോകാവോ? ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കണം കേട്ടോ. നിന്നത് കർത്താവ് നിർത്തിയത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ പണമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കതികൾ സാത്താൻ്റെ ദൂതന് ഇട്ടു കേട്ടോ. എങ്കിലും തകരാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു ഭാഗമുണ്ട്. ദൈവത്തോട് സാത്താൻ്റെ ദൂതൻ അനുവാദം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞില്ല, അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ആ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? സാത്താന്റെ ദൂതനോട് അനുവാദം കൊടുത്തില്ല എന്നല്ല, ഒരസൂയയില്ല. ഇതൊന്നുമല്ല വിഷയം, നിന്റെ വിശ്വാസമാണ് വിഷയം. നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്നതാണ് അവൻ്റെ വിഷയം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം കേട്ടോ. നിന്നെ ഒന്ന് വീഴ്ത്തിക്കളയാൻ ആഗ്രഹിക്കുന്നത് പണത്തിലല്ല, ദാരിദ്ര്യം കൊണ്ടിട്ടല്ല. ഇതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ്. അവൻ്റെ ലക്ഷ്യം നിന്നെ വിശ്വാസത്തിൽ നിന്നൊന്ന് വീഴ്ത്തിക്കളയണം. നീ അറിഞ്ഞ സത്യത്തിൽ നിന്ന് നീ ഒന്ന് വീണു പോകണം. നീ ഒന്ന് പിന്മാറി കാണണം. നീ ഒന്ന് കെട്ടപ്പെട്ടവനായി കാണണം. നീ ദൈവകൃപയിൽ നിന്ന് വീണവനായി കാണണം. ഇമ്മലകളിൽ ദർശനം കണ്ടവർ, ഇമ്മലകളിൽ പ്രവചിച്ചവർ, ഇമ്മലകളിൽ മടികൂടാതെ ആരാധിച്ചവർ, ഇന്നലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നവർ, അവന്റെ പദ്ധതി നീ ഇനി ഒരിക്കലും പ്രവചിക്കരുത്. നീ ഇനി ഒരിക്കലും ദർശനം കാണരുത്. നീ ഇനി ഒരിക്കലും തലമുറകൾക്കെതിരെ ഇടിവിൽ നിൽക്കരുത്. തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കരുത്. സാധാന്യ രാജ്യത്തിനെതിരെ ഒരിക്കലും ഒരു യുദ്ധം ചെയ്യാൻ നീ പ്രാപ്തിയുള്ളവനായി മാറരുത്. എങ്ങനെയെങ്കിലും നിന്നെ വിശ്വാസത്തിനകത്തുനിന്ന് ഒന്ന് ഒതുക്കിക്കാണ്. ശത്രു പദ്ധതി ഇടുമ്പോ ഇന്ന് പകൽ ആർജവത്തോടെ പറ, ഈ വിശ്വാസത്തെ വിട്ട്, ഈ സത്യത്തെ വിട്ട്, ഈ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറത്തില്ല. ഈ ലോകത്തിലുള്ള എന്ത് വന്നാലും, ഈ ലോകത്തിലുള്ള ഏത് വന്നാലും ചുമ്മാ കൈയടിക്കരുത്. അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് പകൽ പറ, ഈ ദൈവത്തെ വിട്ട്, ഈ വിശ്വാസത്തെ വിട്ട്, ഈ സത്യത്തെ വിട്ട് ഒരു ജീവിതം എനിക്കില്ല. ജീവിതത്തിൽ വരുമ്പോ ഈ വിശ്വാസത്തെ വിട്ടുപോകാതെ നിന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ച പദ്ധതിക്കകത്ത് നീ കടന്നു കയറും. ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പരിശോധന. ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന ടെസ്റ്റ്, തലമുറകൾ നഷ്ടപ്പെട്ടത്, ഈ ദേശത്തുണ്ടായിരുന്ന നന്മകൾ പോയത്, കന്നുകാലികൾ, ആടുമാടുകൾ എല്ലാം നഷ്ടപ്പെട്ടത് ഇയ്യോബിന്റെ ധനത്തിനെതിരെയുള്ള പോരാട്ടമല്ല. ഹലോ, നമ്മൾ ആരും ചിന്തിക്കരുത്. ഇയ്യോബിന്റെ ധനത്തിനെതിരെയുള്ള പോരാട്ടമല്ല. ഇയ്യോബിന്റെ നന്മകളെ കണ്ടിട്ട് ശത്രു പോരടിച്ചതല്ല. ആ പോരാട്ടത്തിന്റെ പിന്നിൽ ശത്രുവിന്റെ ഒരേ ഒരു രഹസ്യ അജണ്ട, അവന്റെ വിശ്വാസത്തെ ഒന്ന് കെടുത്തിക്കളയണം. ഹല്ലേലൂയ. സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ പോയി പറയുക, നീ വേലി കെട്ടിയത് കൊണ്ടല്ലേ ഇവൻ വിശ്വസ്തനായി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുന്നത്. നീ വേലി കെട്ടിയത് കൊണ്ടല്ലേ ഇവനൊരു ദൈവ പൈതലായി നിൽക്കുന്നത്. ഈ വേലി ഒന്ന് പൊളിച്ചതാ, ഇവന്റെ വിശ്വാസത്തെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവന്റെ വിശ്വാസത്തെ ഞാനൊന്ന്
കാണിച്ചു തരാ. ദൈവം പറയുകയാ, ഞാൻ വേലിയൊക്കെ പൊളിച്ചു തരാ, പക്ഷെ എന്തിനേയും നീ തൊട്ടോ, അവന്റെ ജീവനെ മാത്രം നീ തുടരുത്, അവന്റെ ജീവനെ മാത്രം നീ തുടരുത്. ദൈവം വേലി പൊളിച്ചു, ഇയ്യോബിനുള്ളത് ഓരോന്നായി ശത്രു കൊണ്ടുപോയി. അവസാന പരിപാടി ശത്രു ഒരുക്കി. എന്നിട്ടും ഇയ്യോബിന്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞില്ല. വിശ്വാസത്തിനെതിരെയുള്ള ഒരു പദം പോലും ഇയ്യോബിന്റെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. അവസാനം തന്റെ ഭാര്യയെ പോലും ശത്രു കയ്യിലെടുത്തിട്ട് ഭാര്യ വന്ന് തോളത്ത് തട്ടിയിട്ട് ഇയ്യോബിനോട് പറയുക, ഇയ്യോബേ, നീ ഇനി ഭക്തനായിരിക്കുന്നത് എന്തിനാ? നീ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്തിനാ? അർത്ഥം, നീ ഇനിയും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് എന്തിനാ? നിന്റെ കരങ്ങൾ, നിന്റെ കൈകാലുകൾ, നിന്റെ ശരീരങ്ങളെല്ലാം ജീർണിച്ച് പുഴുവരിച്ച് ചാരം എടുത്തു വച്ച് ഒരു ഓട്ട് കഷ്ണം എടുത്തു വച്ച് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുൻപിൽ മരണത്തിൻ്റെ മരണം മാത്രം മുന്നിൽ കണ്ടു. നിന്റെ തലമുറകൾ ഓരോന്നായി മരിച്ചു വീണപ്പോൾ, നിന്റെ നന്മകളെല്ലാം ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയപ്പോൾ നീ എന്തിനാ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത്? ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ കുഞ്ഞ്? ഈ പകൽക്കാലം ദൈവം തന്നത് ചിലത് തിരിച്ചെടുത്തിട്ട് ശത്രു നിന്റെ ചെവിയിൽ വന്ന് മന്ത്രിക്കൂ, ഇനിയും നീ എന്തിനാ ഭക്തനായി നിൽക്കുന്നത്? ഇനിയും നീ എന്തിനാ പാടുന്നേ? ഇനിയും നീ എന്തിനാ പള്ളി പോകുന്നേ? ഇനിയും നീ എന്തിനാ ആരാധിക്കുന്നേ? നീയും ഇനി എന്തിനാ ദൈവകൃപയിൽ നിൽക്കുന്നത്? അവിടെ നിന്നുകൊണ്ട് പറയണ, ദൈവം തന്നത് മാത്രമേ ദൈവം തിരിച്ചെടുത്തിട്ടുള്ളൂ. ദൈവം തരാത്തതൊന്നും ദൈവം തിരിച്ചെടുത്തിട്ടില്ല. ഈ ലോകത്തിൽ ഞാൻ അനുഭവിക്കുന്ന സകല നന്മകൾ എന്റെ ദൈവം തന്നതാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഇന്ന് പകൽക്കാലം ചിലർ വിശ്വാസത്തിന്റെ പരിശോധനയെ ജയിക്കുന്ന പകലായി മാറട്ടെ. ഈ 2026 ഒരിക്കലും പിന്നെ നിന്റെ അടുക്കൽ സാത്താന്റെ പദ്ധതികളുമായി സാത്താൻ വരാത്തവണ്ണം ചില വിശ്വാസത്തിന്റെ പരിശോധനകളെ ജയിക്കുന്ന ദി ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശോധനകളെ ജയിക്കുന്ന ഒരു പകലായി ഒരു ജീവിതത്തിന്റെ മേഖലയാ ഈ പകൽക്കാലം നിന്റെ ജീവിതം രൂപാന്തരപ്പെടട്ടെ. ഈ വചനം ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ചില കൂടാരങ്ങൾ, ചില തലമുറകൾ, ചില ഇന്ന് പകൽക്കാലം മാതാപിതാക്കൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ പരിശോധന എങ്ങനെയാ? ശക്തി കൊണ്ടല്ല, ബലം കൊണ്ടല്ല, ഇന്ന് പകൽ വചനത്താൽ ചിലത് ജയിക്കുകയാണ്. നിന്റെ വിശ്വാസത്തിന്റെ ആഴത്താൽ ചിലത് ജയിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്കെതിരെ വരുന്ന, നിന്റെ കുടുംബത്തിനെതിരെ വരുന്ന, നിന്റെ മിനിസ്ട്രിക്കെതിരെ വരുന്ന, നിന്റെ വിശ്വാസ ജീവിതത്തിനെതിരെ വരുന്ന ഇന്ന് പകൽക്കാലം ചില പരിശോധനകള് ഈ പകൽക്കാലം അതേ നാണയത്തിൽ വിശ്വാസം കൊണ്ട് ജയിക്കും, വിശ്വാസം കൊണ്ട് ജയിക്കും, സമർപ്പണം കൊണ്ട് ജയിക്കും. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവമഹത്വം. ഒത്തിരി എണ്ണത്തെ ശത്രു ഒതുക്കി കേട്ടോ. ഒത്തിരി എണ്ണ ഈ പരിശോധനയ്ക്കകത്ത് തീർന്നുപോയി. ഒത്തിരി എണ്ണ പണം കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു പോയി. ഒത്തിരി എണ്ണ പാപം കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു പോയി. ഈ ലോകത്തിന്റെ സുഖങ്ങൾക്കകത്ത് ഒത്തിരി ഭക്തന്മാർ, ഒത്തിരി വിശ്വാസത്തിന് വേണ്ടി നിന്നവർ വീണുപോയ പോർക്കളത്തിനകത്ത് ഇന്ന് പകൽക്കാലം തന്റെ ഇടത്തോടെ പറ, ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ വരുവാനുള്ളതിനോ ഈ ലോകത്തിലുള്ള ഒന്നിനോ ക്രിസ്തുവിന്റെ സ്നേഹം ജീവിതത്തിനകത്ത് വരുന്ന വിശ്വാസത്തിന്റെ പരിശോധനയെ ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയില്ല, ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ല, പണം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. വിശ്വാസം കൊണ്ട് ജയിക്കണം. നിന്നിലുള്ള വിശ്വാസം കണ്ട് സാത്താൻ ഓടിപ്പോകണം. നിന്നിലുള്ള വിശ്വാസം കണ്ട് സാത്താൻ തോറ്റു തുന്നം പാടണം. ഇന്ന് പകൽക്കാലം തന്റെ ഇടത്തോടെ പറ, എന്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം വന്നാലും എന്റെ കർത്താവിനെ വിട്ടൊരു ജീവിതം എനിക്കില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിനൊരു പരിശോധന ഉണ്ട് കേട്ടോ. വിശ്വാസത്തിനൊരു ശോധനയുണ്ട്. അന്ന് നീ മാത്രമായിട്ട് ചില ഫേസ് ചെയ്യേണ്ട ചില അവസ്ഥകൾ വരും. നീ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യം വരും. ഒരു ഭാര്യയും കാണില്ല, ഒരു ഭർത്താവും കാണില്ല, ഒരു പാസ്റ്ററും കാണില്ല, ഒരു വ്യക്തിയും കാണില്ല. ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട വിശ്വാസത്തിന്റെ പരിശോധന വരും. ആ പരിശോധനയ്ക്കകത്ത് വിശ്വാസം കൊണ്ട് സാത്താന്റെ പദ്ധതികളെ തകർക്കണം. വിശ്വാസം കൊണ്ട് ചിലവിനെ ജയിക്കണം. വിശ്വാസം കൊണ്ട് സാത്താനെ ജയിച്ച് മുന്നേറണം. അമ്മ, ഇന്നു പകൽക്കാലം ഒരിക്കൽ ജയിച്ചാൽ മതി. കർത്താവിൻ്റെ സന്നിധി ഒരിക്കൽ ജയിച്ച് കാണിച്ചു കൊടുക്കുക. കർത്താവ് ഒരിക്കലും പിന്നെ ഒരിക്കലും നിന്റെ വേലി പൊളിച്ചു കൊടുക്കില്ല. നിന്റെ വേലി പൊളിച്ചു കൊടുക്കില്ല. ഇന്ന് പകൽക്കാലം കേട്ടോ. അതുകൊണ്ടല്ലേ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം പോകുമ്പോൾ മോശയോട് ദൈവം പറയുന്നൊരു മറുപടിയുണ്ട്. മോശേ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും നീ കാണില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും നീ കാണില്ല. ഇന്ന് വന്ന കഷ്ടം ഇനി ഒരു നാളും വരില്ല. കാരണം നീ വിശ്വാസത്താ ഈ പരിശോധനയെ ജയിക്കുക. ഈ വിശ്വാസത്താ, കണ്ടതല്ല, കണ്ടിട്ടല്ല, കാണാതെ വിശ്വാസത്താ. ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ, ചിലതിനെ ശത്രു ഗോതമ്പ് മണി പോലെ പാറ്റ, ചിലതിനെ രഹസ്യ അജണ്ടകൾ ഇട്ടിരിക്കുക. ഇന്ന് പകൽ ആത്മാവിൽ ചിലത് സ്വീകരിക്കുക. ആരെയും അളക്കണ്ട, ആരെയും നോക്കി വിധിക്കണ്ട. നീ നിന്നോട് ചെന്ന് ചോദിക്കുക, ഈ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ നീ ഇന്ന് പകലുണ്ടോ? നിന്റെ കുടുംബം ഇന്ന് പകലുണ്ടോ? നീ ദൈവികമായ ബന്ധത്തിനകത്ത് ഇന്ന് പകലുണ്ടോ? ഒരിക്കൽ ജയിച്ച് കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു ശത്രു നിന്റെ അടുക്ക വരില്ല. ഒരു കഷ്ടതയും നിന്റെ അടുക്കൽ വരില്ല. ഇന്നലെ കണ്ടതൊന്നും ഇനി കാണാൻ അവൻ ഇടവരുത്തില്ല. അത് ദൈവം തരുന്ന ഉറപ്പാ. അത് ദൈവം തരുന്ന ദൈവിക പ്രോമിസാണ്, ദൈവിക വാഗ്ദത്തമാണ്. യോബിന്റെ മുൻപിൽ വന്ന പ്രതിസന്ധിയുടെ മുൻപിൽ ഭാര്യ പോലും തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നീ ഇനി എന്തിനാ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇനി നീ ഭക്തനായിരുന്നിട്ട്, സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, യോബ് ഭക്തനായിരുന്നിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞ യോബ് ഭക്തനായിരുന്നിട്ട് പുറത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? യോബിനോട് വന്ന് ചോദിക്കില്ലേ, യോബ് നീ ഭക്തനായിരുന്നിട്ട് 10 മക്കൾ പോയില്ലേ? നീ ഭക്തനായിരുന്നിട്ട് ആടുമാടുകൾ പോയില്ലേ? ശത്രുക്കളെല്ലാം കൊണ്ടുപോയില്ലേ? നീ ഭക്തനായിരുന്നിട്ട് നിന്റെ വീടുകളെല്ലാം തകർന്നു പോയില്ലേ? എണ്ണി പറയാൻ ഒന്നുമില്ലാതെ എല്ലാം തകർന്ന് എല്ലാം തരിപ്പണമായി ഒരുവൻ ഇരിക്കുമ്പോഴും അവന്റെ ഭക്തിയെ തള്ളി പറയാൻ പറയുമ്പോൾ അവൻ പറയുക, ഇല്ലില്ല, ഈ ഭക്തിയെ ഞാൻ തള്ളി പറയില്ല. കാരണം എനിക്കറിയാം ഇത് മാറുന്നൊരു സമയം വരും. എന്റെ ഭക്തിയെ ഞാൻ മുറുകെ പിടിച്ച എന്റെ സീസണ് തിരിക്കുന്നൊരു കാലഘട്ടം വരും. എന്റെ ദൈവം എനിക്ക് വേണ്ടി പൊടിമേൽ നിൽക്കുന്നൊരു സമയം വരും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് ജീവിക്കും. അതുകൊണ്ട് അവൻ പൊടിമേൽ നിൽക്കുന്ന ഒരു സമയം വരും. യോ പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. 25 വർഷത്തെ യാത്ര എല്ലാം വിട്ടു. പിതൃഭവനത്തെ, ചർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ എല്ലാം വിട്ടു. 25 വർഷത്തെ യാത്ര. 99-ാമത്തെ വയസ്സിൽ 3 പുരുഷന്മാർ, 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു. വചനം പറയുന്നു, അടുത്ത ആണ്ടിൽ സാറായി ഒരു കുഞ്ഞിന്
ആമ ജന്മം നൽകും. നിന്റെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയ ചിരി വീണ്ടും വരും. ഇസഹാക്ക് അർത്ഥം ചിരി. സന്തോഷം നിന്റെ വീട്ടിനകത്ത് തിരികെ വരും. നാളുകൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ, അതേ അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ഒരു വിശ്വാസത്തിൻ്റെ പരിശോധന വരികയാണ്. അബ്രഹാമിൻ്റെ അടുക്കൽ അർദ്ധരാത്രി ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് തന്ന നിന്റെ ഏകജാതനായ മകനെ, നിനക്ക് തന്ന സന്തോഷമില്ലേ, ആ സന്തോഷത്തെ ഞാൻ തിരിച്ചെടുക്കുക, ആ സന്തോഷത്തെ ഞാൻ തിരിച്ചു തരിക. ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായ വ്യവസ്ഥയ്ക്കകത്ത് ചിലതൊന്നും ചിലരോട് പറഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത്. നിനക്ക് വിജയിക്കാൻ കഴിയില്ല. എല്ലാം പോയി പറഞ്ഞ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുമെന്ന് നീ ചിന്തിക്കരുത്. പലതിനും നീ പലതും പലരോടും പറഞ്ഞ പലതും ദൈവകൃപയിൽ നിന്ന് നിന്നെ അകറ്റും, ദൈവിക പദ്ധതിയിൽ നിന്ന് അകറ്റും കേട്ടോ. അബ്രഹാം ആരോടും പറഞ്ഞില്ല, മൗനമായിരുന്ന് ദാസന്മാരോട് കൂടെ വിറക് വെട്ടിക്കീറി, വിറകടുക്കി കത്തിയെടുത്ത് തീയെടുത്ത് അബ്രഹാം നടക്കുക. 1 2 3 ദിവസങ്ങൾ നടന്നു ചെന്നു. തിരിച്ചറിയുന്നവർ ശുശ്രൂഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ദൈവമകത്വം ഇതിനകത്തിക്കുക. കുഞ്ഞെ, എന്ന് കൈയടിച്ചു പോകുന്ന ഒരു വിശ്വാസിയായിട്ടല്ല, ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ പരിശോധനകളെ ജയിച്ച് ഈ കാലഘട്ടത്തിന്റെ അഭിഷിക്തന്മാരാ. വൈഡാവാല ഹടകാരീബര വക്ഷപരംധര വൈഡവരകവ അർത്ഥപരംധര വൈഡവരകവ റീബര വക്ഷപരംധര ഘടക അർത്ഥമാന റീബാരാന്ധ റീകമാന റീബരാക്ഷ വേഗമാന ഹടകധാര ധീരവക്ഷ അർത്ഥമാന ധീരധാര ഘടക ധൈരകൽക്കമാന. ഓ ധീ 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 റീബരാധ അർത്ഥമാന ശാരാധാര. കൃപയുള്ള സമർപ്പണമുള്ള ചിലവ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. ഒരു കാലഘട്ടത്തിനകത്ത് ഭക്തന്മാർക്ക് കഴിയാത്തത് ഈ തലമുറയിൽ ചെയ്യാ. ശത്രുവിന്റെ സകല പദ്ധതികളെ പൊളിച്ചു പുറത്തു വരുമോ? ഒറ്റയ്ക്ക് കഴിയില്ലപ്പായേ. ഈ പകലധികമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ, അധികമായ ആത്മാവിനെ ഞങ്ങളുടെ മേൽ കൈമാറണമേ. ഓ റിബാല ഘടകധാര ധാര 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 അർഖമന ധരകൾ ഖമന ബലഘടക ശബാരകൾ ഖവ. പ്രിയരേ, ഒരു പകൽ അബ്രഹാമിന് ലഭിച്ച പേരല്ല വിശ്വാസികളുടെ പിതാവ് എന്നൊരു പേര്. ആ ഭക്തൻ കൊടുത്ത വില വലുതായിരുന്നു. ആ ഭക്തന്റെ സന്തോഷത്തെ യാഗപീഠത്തിനകത്ത് വച്ചുകൊടുക്കാൻ ആ ഭക്തൻ മടി കാണിച്ചില്ല. കാരണം അവനൊരു ഉറപ്പുണ്ട്, 99 വയസ്സിൽ എനിക്കൊരു തലമുറയെ തന്നവന് ചാരത്തു നിന്നും എനിക്ക് തലമുറയെ എഴുന്നേൽപ്പിച്ചു തരാൻ കഴിയൂ. ഇന്ന് പകൽ ശത്രു കൊണ്ട് കാണിക്കുന്ന ശത്രു കൊണ്ടിടുന്ന ചില ഓലപ്പാമ്പുകൾ കണ്ട് നീ ഭയന്ന് വിറച്ചു പോകരുത്, നീ വിറങ്ങലിച്ചു പോകരുത്. ഇന്നലെ കർത്താവ് നടത്തിയില്ലേ, ഇന്നലെ കർത്താവ് കൊണ്ടുവന്നില്ലേ, ഇന്നലെ കർത്താവ് നിന്നെ ജയത്തോടെ കൊണ്ടുവന്നില്ലേ, നിന്നെ ഇതുവരെ കർത്താവ് കൊണ്ടുവന്നില്ലേ, നിന്റെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്, നിന്റെ ജീവന മരണത്തിൽ നിന്ന് എന്റെ ദൈവം നിന്നെ കൊണ്ടുവന്നില്ലേ. എന്തിനാ നീ ഭാരപ്പെടുന്നേ, എന്തിനാ നീ അവിശ്വസിക്കുന്നേ? ഈ പകൽക്കാലം വര ശത്രു കൊണ്ടിടുന്ന ഒരു പദ്ധതികൾക്കകത്ത് എന്റെ വിശ്വാസത്തെ ഞാൻ അടിയറു വയ്ക്കാൻ തയ്യാറല്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപമിതി, എന്റെ ദൈവം ഇറങ്ങി വരും. പ്രിയരെ, അതുവരെയും കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു.
പിതാവായ ദൈവം നോക്കി നിൽക്കുക. അബ്രഹാം കല്ലെടുക്കുന്നുണ്ട്, ഇസഹാക്ക് കല്ലെടുക്കുന്നുണ്ട്, കല്ലടുക്കി വെക്കുന്നുണ്ട്, യാഗപീഠം പണിയുന്നുണ്ട്. യാഗപീഠമൊക്കെ പണിത് വിറകൊക്കെ അടുക്കി യാഗപീഠമൊക്കെ മനോഹരമായി മോറിയാദേശത്തിൻ്റെ മലയിൽ പണിതതിനു ശേഷം ഇസഹാക്കിൻ്റെ കൈകാലുകളെ അബ്രഹാം ബന്ധിക്കുകയാണ്. കേട്ടോ, അപ്പൻ്റെ മേലുള്ള വിശ്വാസത്തിൻ്റെ നിഴൽ മകൻ്റെ മേലും അടിച്ചെന്ന അതിനർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വയസ്സല്ല ഇസഹാക്കിന്. നമ്മുടെ ചിന്ത ഏതോ അച്ഛന്മാര് കയ്യിൽ വെള്ളം തെളിച്ച് മാമോദിസ കൊടുക്കുന്ന പ്രായമെന്നല്ല കുഞ്ഞെ. ഇസഹാക്കിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 30-33 വയസ്സിനും ഇടയ്ക്ക് പ്രായം. എന്ന് പറഞ്ഞാൽ നല്ല യൗവനക്കാര്, നല്ല ആരോഗ്യമുള്ള ദൃഢരാത്രനായ യൗവനക്കാര്. 30ാമത്തെ വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഇസഹാക്കിന്റെ കൈകാലുകൾ അപ്പൻ കെട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയോവൃദ്ധനായ അബ്രഹാം കൈകാലുകൾ ബന്ധിക്കുമ്പോൾ അവൻ വാതുറന്നൊന്നും മിണ്ടിയില്ല. അപ്പന്റെ മുൻപിൽ അനുസരണമുള്ളവനായി മാറി, അപ്പന്റെ മുൻപിൽ സമർപ്പണമുള്ളവനായി മാറി. അവൻ അറിയാ, എൻ്റെ അവൻ മെസ്സപ്പെട്ടോമയുടെ മണ്ണിൽ നിന്ന് ചുമ്മാ ഇറങ്ങിയതല്ല. അവൻ കേട്ടൊരു ദൈവ ശബ്ദമുണ്ട്, അവൻ കണ്ടൊരു ദൈവമഹത്വമുണ്ട്. അത് ഇന്ന് പകൽക്കാല് എൻ്റെ അപ്പന്റെ കാലഘട്ടം കൊണ്ട് തീരില്ല. അപ്പൻ കേട്ട വാഗ്ദത്തം അവൻ എൻ്റെ മേൽ കൈമാറ്. ഈ പകൽക്കാല് ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നവരുണ്ട്. നീ കേട്ട ചില വാഗ്ദത്തങ്ങൾ നിന്റെ കാലഘട്ടം കൊണ്ട് തീരില്ല. നിന്റെ തലമുറകളിലേക്ക് കൈമാറ്, നിന്റെ തലമുറകളിലേക്ക് കൈമാറ്. ശബരാധാരാബ അബാലാദാരം ശബാല ഘടകവാര അന്തബാല ഘടകധാര ധാര 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 ശരാധരാധ ലക്ഷവേഗമേര അർത്ഥമാന ധാര 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 ശരബാല ഘടകധാര. പ്രിയരെ, വചനം പറയുന്നു ഇസഹാക്ക് ഒരു വാക്ക് പോലും ഉരുവട്ടില്ല, മൗനമായി നിന്നു. അവൻ്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിൻ്റെ പുറത്തെടുത്ത് കിടത്തുമ്പോഴും അവൻ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഇന്ന് പകൽക്കാലം പ്രിയരെ, സത്യത്തിൽ നീ ദൈവത്തിന് വേണ്ടി നിന്ന നിന്റെ തലമുറ അതുപോലെ നിൽക്കും. ഞാൻ ഇങ്ങനെ പറയാം, ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന എത്ര ഓടിയാലും അവനെ ദൈവം കൊണ്ടുവരും, എത്ര പിന്മാറിയാലും അവനെ കൊണ്ടുവരും. ഒരു ഉടായ്പും കണ്ണുകളുണ്ട് കേട്ടോ. ഇന്ന് പകൽ നിന്റെ വേദന കാണുന്നൊരു കണ്ണുകളുണ്ട്, നിന്റെ കഷ്ടത അറിയുന്നൊരു കണ്ണുണ്ട്, നിന്റെ കണ്ണുനീർ കാണുന്നൊരു കർത്താവുണ്ട്, നിന്റെ വേദന തിരിച്ചറിയുന്നൊരു കർത്താവുണ്ട്. ആരും കണ്ടില്ലെന്ന് നീ പറഞ്ഞാൽ നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇച്ചിരി ഗോതമ്പുമായി മിദ്യാന്യർ കാണാതെ, മിദ്യാന്യരുടെ കയ്യിൽ ഈ ഗോതമ്പെങ്കിലും എത്താതെ വീട്ടിൻ്റെ അകത്തെ പട്ടിണി മാറ്റാ, വീട്ടിനകത്തുള്ള പട്ടിണി മാറ്റാ. വചനം പറയുന്നു, മുന്തിരിച്ചക്കിനിടയിൽ ഒളിച്ചിരുന്നൊരു ഗിദയോനെ കണ്ടൊരു കണ്ണുണ്ട്. ഗിദയോനെ കണ്ടു എന്നല്ല വചനം പറയുന്നത്, ഗിദയോനെ കാണുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ, കരുവേലകത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുക. അർത്ഥം, ഗിദയോൻ ഇവിടെ ഇരിക്കുന്നു, ദൂതൻ മറുഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വല്ലതും പിടികിട്ടിയോ? നിന്നെ പരിശോധനയ്ക്കകത്ത് കടത്തിവിട്ടിട്ട് കർത്താവ് മാറി നിൽക്കുകയല്ല. നീ കാണാത്ത മേഖലകൾ ദൈവം നിന്നെ മറഞ്ഞിരുന്ന് വീക്ഷിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ദൂതന്മാരെ ഇറക്കി കാത്തു നിൽക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് നീ തകർന്നു പോകില്ല കേട്ടോ. ദൈവത്തെ പ്രസംഗിച്ചത് കൊണ്ട് നീ തകർന്നു പോകില്ല. ദൈവത്തിന് വേണ്ടി സ്നാനജലത്തിൽ ഇറങ്ങിയത് കൊണ്ട് നീ നശിച്ചു പോകില്ല. നിന്റെ കുടുംബം തകരില്ല. ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നീ തകർന്നു പോകില്ല. വേഗത്തിൽ പോകട്ടെ. കരമുയർത്തിയതും വിളി വന്നു, അവനെ നീ തുടരുത്. എൻ്റെ പ്രസംഗഭാഷയിൽ പറയാം, അബ്രഹാം കരമുയർത്തിയപ്പോൾ അവൻ വിശ്വാസത്തിൻ്റെ പരിശോധന ജയിച്ചു. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ കരുതി ഒരു ആട്ടുകൊറ്റനുണ്ട്, നീ അവനെ എടുത്ത് യാഗമർപ്പിച്ചിട്ട് വീട്ടിൽ പോടാ. ഇന്ന് പകൽക്കാലം വല്ലതും പിടികിട്ടിയോ? ആ ഒറ്റ പ്രവൃത്തി അവനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. യോബിൻ്റെ തോളത്ത് തട്ടി ഭാര്യ പറയുക, ഇനി നീ
ശക്തനായിരിക്കുന്നത് എന്തിന്? നീ പിന്നെ ഭക്തിയെ തള്ളിക്കളഞ്ഞിട്ട് നീ അങ്ങ് ചത്തുകള എന്ന് പറഞ്ഞപ്പോൾ യോബ് പറയുകയാണ്, ദൈവം തരാത്തതൊന്നും അവൻ തിരിച്ചെടുത്തില്ല. ആ ഒറ്റ പദം മതി കേട്ടോ. ചിലപ്പം ജീവിതത്തിനകത്ത് നിനക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു സാഹചര്യമായിരിക്കില്ല. എല്ലാം നെഗറ്റീവായിരിക്കും, എല്ലാം വേദനയായിരിക്കാം, മുൻപും പിൻപും അടഞ്ഞതുപോലെ ആയിരിക്കാം. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞ അവൻ എൻ്റെ മുൻപും പിൻപും അടച്ചു, അവൻ്റെ കരം എൻ്റെ മേൽ ഭാരമായി എന്നൊക്കെയുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളായിരിക്കാം. അവിടെയൊക്കെ നീ തള്ളി പറയാതെ ചില വാക്കുകൾ വിശ്വാസത്തിൻ്റെത് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ഓടി മാറും. വചനം പറയുന്നു, ആ പദം പറഞ്ഞു ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ ഇയ്യോബിന് നഷ്ടപ്പെട്ടതും ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. ഇന്ന് പകൽ വിശ്വാസത്തിൻ്റെ ശോധനയെ ജയിക്കുക. ഈ തലമുറയിൽ നീ വ്യത്യസ്തനായി നിൽക്കുക. ഈ തലമുറയിൽ വ്യത്യസ്തനായി നിൽക്കുക. നൂറുകണക്കിന് ഭക്തന്മാരുടെ അനുഭവം എനിക്ക് പറയാനുണ്ട്. പക്ഷെ എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. നമ്മൾ പാടിയൊക്കെ സ്തുതിക്കാറുണ്ട്, നമ്മൾ പാടിയൊക്കെ ആനന്ദിക്കാറുണ്ട്, പാടിയൊക്കെ ഒത്തിരി പാടി ചുമ്മാ പാടി കൈയടിച്ച് കളയുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ശോധനകൾക്കകത്ത് ഇന്നലകളുടെ ഭക്തന്മാർ എഴുതിയതാണ്. അവരുടെ ജീവിതത്തിനകത്ത് കൊത്തിയെടുത്ത തങ്ക ലിപികൾക്കകത്ത് വന്നതാണ് കേട്ടോ. അവരുടെ ജീവിതത്തിനകത്ത് വന്നതായി വരികളല്ല. ഇന്ന് പകൽക്കാലം ചുമ്മാ കൈയടിച്ച് കളയരുത്. അതുപോലെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക. വചനം പറയുന്നു, ശിമോനെ നിന്റെ വിശ്വാസത്തെ നിന്നെ കടുകുമണി പോലെ, ഗോതമ്പ് മണി പോലെ, വചനം അങ്ങനെ പറയുന്നു, സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവ് അനുവാദം കൊടുത്തില്ലെന്ന്. പക്ഷെ കർത്താവ് അനുവാദം കൊടുത്തില്ലെന്നല്ല വചനം പറയുന്നത്. കർത്താവ് അനുവാദം കൊടുത്തു. കർത്താവ് അനുവാദം കൊടുത്തു. പക്ഷെ വചനം പറയുന്നു, നീ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുമെന്ന് കർത്താവ് അറിഞ്ഞിട്ട് അവന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചെന്ന്. ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചിരിക്കണം. പരിശോധന വന്നപ്പോ നിനക്ക് വേണ്ടി അപേക്ഷിച്ച ചില അപരങ്ങളുണ്ട്, നിനക്ക് വേണ്ടി കരഞ്ഞ ചില കണ്ണുനീരുകളുണ്ട്, നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത ഏതൊക്കെ സഭകളുണ്ട്, നിനക്ക് വേണ്ടി കരഞ്ഞ ഒരു തമ്പുരാനുണ്ട്. നമ്മളാരും തിരിച്ചറിയാതെ പോകരുത്. കൂടെ ഇറങ്ങിയവരെത്രയോ പേർ തകർന്നുപോയി. പ്രിയരെ, പത്രോസും യൂദയൊക്കെ ഒരുമിച്ചിറങ്ങിയതല്ലേ, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തവരല്ലേ, 3.5 വർഷം ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നവരല്ലേ. എന്തുകൊണ്ട്? പത്രോസിന്റെ മുൻപിൽ വന്ന വിശ്വാസത്തിന്റെ പരിശോധന പത്രോസ് ജയിച്ചു. യൂദയുടെ മുൻപിൽ വന്ന വിശ്വാസത്തിന്റെ പരിശോധന അവൻ ജയിച്ചില്ല എന്ന് മാത്രമല്ല, അവനും തകർന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കകത്ത് ഏറ്റവും വലിയ പരാജയം വരാനുള്ള സാധ്യത വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് കൊണ്ടുവരാം. വചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇന്ന് പകൽക്കാലം ദൈവം തരാത്ത നന്മകൾ ചാടിപ്പിടിക്കാൻ നോക്കരുത്. ദൈവഹിതമില്ലാത്ത വഴികളിൽ നന്മയുണ്ടാക്കാൻ ശ്രമിക്കരുത്. ദൈവഹിതമില്ലാത്തതിലേക്ക് നിന്റെ കണ്ണ് പതിയരുത്. ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവേല ചെയ്തവരാണ്, ഒരുമിച്ച് പാടിയവർ, ഒരുമിച്ച് അധ്വാനിച്ചവർ. പക്ഷെ ഒരേ പ്രതിസന്ധി, ഒരേ പ്രതികൂല എന്ന് പറഞ്ഞാൽ വന്നത് ഒരേ രീതി. നമ്മുടെ പ്രസംഗം പെന്തക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ പോരാട്ടം, ഒരേ പ്രതികൂലം വന്നവർ. പക്ഷെ ഒരുവൻ നിലനിന്നു, മറ്റവർ കെട്ടിത്തൂങ്ങി ചത്തുപോയി. എന്തുകൊണ്ട്? എത്രയോ കുടുംബങ്ങൾ ഒരുമിച്ച് ആരാധിച്ചല്ലേ, എത്രയോ പേർ നമ്മോട് ഒരുമിച്ചുണ്ടായിരുന്നു, എത്ര പേർ ദേശത്തിലുണ്ടായിരുന്നു. പോട്ടെ, എത്രയോ കുടുംബങ്ങൾ ഒരുമിച്ച് പെന്തക്കോസിനകത്ത് വന്ന, ഒരേ കാലഘട്ടത്തിനകത്ത് വന്ന പല കുടുംബങ്ങളും തകർന്നു തകർന്നു തകർന്ന് എല്ലാം നാശമായി മാറി. ഇന്നും നാം നിൽക്കുന്നത് കഴിവ് കൊണ്ടല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പിതാവുണ്ട്, നമുക്ക് വേണ്ടി ആവേശിച്ച ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നൊരു സഭയുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത ഏതൊക്കെ വ്യക്തി ജീവിതങ്ങളുണ്ട്, ഏതൊക്കെ കുടുംബങ്ങളുണ്ട്. പ്രിയരെ, യൂദയുടെ പരാജയം
യൂദയുടെ പരാജയം നന്മ കണ്ടിട്ടുള്ള പരാജയം എന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ ഹൃദയത്തിനകത്ത് ദിവ്യാഗ്രഹത്തിൻ്റെ ആത്മാവ് കയറി എന്ന് പറഞ്ഞാൽ ചെറുതേത് വലുതേതെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും അവന് നഷ്ടപ്പെട്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ പാവമേത് നല്ലതേതെന്ന് തിരിച്ചറിയാൻ പോലും വ്യാപാര ശക്തി വന്ന എത്ര വചനം കേട്ടാലും ഇവർക്ക് മാനസാന്തരം വരില്ല. ഈ വചനം കേൾക്കും തോറും ഇവരുടെ ഹൃദയം കഠിനമായി മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇവർ വചനം കേൾക്കും തോറും അധികം പിന്മാറുകയാണ്. ഹലോ, കാരണം വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ വരുമ്പോൾ അവർക്ക് കുറ്റബോധമല്ല വരുന്നത്, അവർ നീതീകരിക്കുകയാണ്. പാപം ചെയ്തിട്ടും നീതീകരിക്കുന്നു. കുറ്റബോധത്തിന് പകരം നീതിബോധം വെളിപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? റോമാലേഖനത്തിൻ്റെ കാതലായ സബ്ജക്റ്റാണ് പാപബോധവും നീതീകരണം എന്നുള്ള വിഷയം. ഞാൻ കോവിഡിൻ്റെ സമയത്ത് ബോധം വേണം ഇല്ല എന്നല്ല, പാപം ചെയ്തവൻ മടങ്ങി വന്ന ആ പാപത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതാണ് വചനം. പാപത്തെ ഏറ്റുപറയുന്നവനല്ല, പാപത്തെ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറയുന്നവനല്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന്റെ മേൽ വെളിപ്പെടുന്നതാണ് നീതിബോധം. അതാണ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് നീ പാപി എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് തൻ്റെ രാജകീയ വസ്ത്രം മാറ്റിവെച്ച് രട്ടുടുത്ത് വെണ്ണീരിലിരുന്ന് കരഞ്ഞിട്ട് പറയുകയാണ്, കർത്താവേ നിന്റെ പരിശുദ്ധനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ എനിക്ക് ഈ പാപബോധത്തിൽ നിന്നൊരു നീതിബോധത്തിലേക്ക് എന്നെ ഒന്ന് നടത്തണം. ഈ പാപം ഞാൻ ചെയ്തു സമ്മതിക്കുന്നു, നീ എന്നെ ഒന്ന് കഴുകണം, ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകി എന്നെ ശുദ്ധീകരിക്കണം. പാപം ഉപേക്ഷിക്കപ്പെട്ടവന്റെ മേൽ വെളിപ്പെടുന്നതാണ് നീതിബോധം. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത, ഇന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പാപബോധം വരും. പാപബോധം വന്നിട്ട് ഇവർ ആ പാപത്തെ അങ്ങ് ഉപേക്ഷിച്ചതുപോലെ അങ്ങ് നടിക്കും. വേദപുസ്തകത്തിനകത്ത് ഒരു ഉപമയുണ്ട്. രാജാവ് കല്യാണ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, ധനവാന്മാരെ സമ്പന്നരെ വിളിക്കുകയാണ്. ഇവരെല്ലാം വരും. ഇവരെല്ലാം വരാതിരിക്കുമ്പോൾ രാജാവ് ധനവാന്മാരെ സമ്പന്നന്മാരെയൊക്കെ തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഇവരാരും കല്യാണത്തിന് വരില്ല. അപ്പോൾ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറയുക, നിങ്ങൾ പുറത്തേക്കിറങ്ങ്, ജാതികളായിട്ടുള്ളവരെ, പാപങ്ങളായിട്ടുള്ളവരെ, ദരിദ്രരായിട്ടുള്ളവരെ വിശിഷ്ട വസ്ത്രം ധരിപ്പിച്ച്, അങ്ങനെയാണ് വചനം പറയുന്നത്, നിങ്ങൾ ശുദ്ധീകരിച്ച് രാജകീയ വസ്ത്രം ധരിപ്പിച്ച് കല്യാണ വിരുത്തിലിരുത്തി, കല്യാണ വിരുത്തിലകത്ത് ശുദ്ധീകരിച്ച് വിശിഷ്ട വസ്ത്രം ധരിച്ചു കൊണ്ടിരുത്തുമ്പോഴും ഒരുവന്റെ കയ്യിൽ ഇന്നലെ ഇട്ടിരുന്ന വസ്ത്രം അവൻ ചുരുട്ടി ഒളിപ്പിച്ചു വച്ചിട്ട രാജാവിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. പുറമെ ഇട്ടിരിക്കുന്നത് നല്ല വസ്ത്രമാണ്, പക്ഷേ അകത്ത് അവൻ്റെ ഇന്നലകളിലുള്ള വസ്ത്രത്തെ അവൻ അകത്തൊളിപ്പിച്ചു വച്ചിരിക്കുക. അതുപോലെയാണ് പ്രിയരെ നമ്മുടെ ഏറ്റുപറച്ചിലുകൾ, നമ്മുടെ സമർപ്പണങ്ങൾ. ഈ കാലഘട്ടത്തിനകത്ത് പാപബോധം വേണ്ട എന്ന് പറയുന്ന കുറേ തലമുറകളുണ്ട്. ഈ പകൽ കർത്താവിനോട് പറ, കർത്താവെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് ഒരു പാപബോധത്തിലേക്ക് നീ എന്നെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം. പാപബോധം വരാതെ നിന്റെ ജീവിതത്തിനകത്ത് നിഗളങ്ങൾ വരാൻ, അല്ലെങ്കിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അതുപോലെ നിന്റെ ഹൃദയത്തെ കഠിനമാക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തിനകത്ത് നിന്നെ തെറ്റ് ചെയ്തു എന്ന് ഒരിക്കലും തോന്നാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ് നിന്റെ മേൽ വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അയച്ചു തരും. ചുരുക്കം വാക്കി പറഞ്ഞ നല്ല ആസൽ ദുരാത്മാവിനെ അങ്ങ് അയച്ചു തരും. നീ പാടും, നീ തുള്ളും, നീ ചാടും, നീ പ്രവചിക്കും, ഇതെല്ലാം നടക്കും. പക്ഷെ നിന്റെ ജീവിതം പന്നികളെ പോലെയാ. ഇന്നും മ്ലേച്ഛ
അസ്ഥിരതയിലാണ് ജീവിക്കുന്നത്. ഒരിക്കലും നിനക്കൊരു മാറ്റമില്ല, ഒരിക്കലും ഒരു നീക്കുപോക്കില്ല. പ്രിയരെ കേൾക്കണോ, ദിവ്യാഗ്രഹം പിടിക്കപ്പെട്ടവൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? വലിയ നന്മ നേടാനാണ്. വചനം പറയുന്നു, കർത്താവിൻ്റെ കാൽക്കൽ മറിയ കൊണ്ട് ഉടച്ച സ്വച്ഛ ജഡമാംസി തൈലത്തിന് യൂദ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആമേൻ, നീ എന്ത് മണ്ടത്തരമാ കാണിച്ചത്? നീ ഇത് കർത്താവിൻ്റെ കാൽക്കൽ ഉടച്ച സാധനത്തിന് 300 വെള്ളിക്കാശ് വിലയില്ലേ എന്ന് പറഞ്ഞാൽ ഒരു തൈലത്തിന് 300 വെള്ളിക്കാശിട്ടവൻ ആമൻ ഈ അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട സർവശക്തനായ ദൈവത്തിന് അവനിട്ട വില 30 വെള്ളിക്കാശ്. അർത്ഥം, വിലയല്ല അവന്റെ വിഷയം, പണമല്ല വിഷയം. അവന്റെ മേൽ സാത്താൻ കയറി എന്നതാണ് വിഷയം. അവന്റെ മേൽ എവിടെയൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ കർത്തൃത്വം ഏറ്റെടുത്തു എന്നതാണ് വിഷയം. ഇന്ന് പകൽ ദൈവത്തെ തള്ളി പറയരുത്. ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ചില താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക നന്മകൾക്ക് വേണ്ടി, താൽക്കാലിക ഇഷ്ടങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക പ്രലോഭനങ്ങളുടെ പിന്നാലെ ഓടി ജീവിതം പാഴാക്കരുത്. അങ്ങനെ ഓടിയവൻ വചനം പറയുന്നു, അവൻ ഒരു കയറിന്മേൽ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. പക്ഷെ അതേ വചനം പറയുന്നുണ്ട് കേട്ടോ, ഗോതമ്പ് മണി പോലെ പാറ്റാൻ ചോദിച്ചവൻ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനായി മാറി. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞ യൂദ ഒരിക്കൽ മാത്രമേ കർത്താവിനെ അത് ചുംബനം കൊണ്ട് ഒറ്റി കൊടുത്തത്, ഒരിക്കൽ മാത്രമേ കർത്താവിനെ കാണിച്ചു കൊടുത്തുള്ളൂ, കർത്താവിനെതിരെ സംസാരിച്ചുള്ളൂ. പക്ഷേ ഈ പത്രോസ് ആമേൻ 1 അല്ല 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് ദൈവത്തെ തള്ളിപ്പറഞ്ഞതാ. ഇന്ന് പകൽക്കാലം കേട്ടോ, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടോ ഇവൻ വീഴാത്തതിന് കാരണം അവൻ്റെ മേ ഒരു പാപബോധം വെളിപ്പെട്ടു. അവൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞു. അവൻ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ വീണു പോകുമെന്ന് മനസ്സിലായി. അവൻ ഓടിച്ചെന്ന് കർത്താവിന്റെ അടുക്കൽ നിലവിളിക്കാൻ തുടങ്ങി. അവനെ തേടി കർത്താവ് വന്നു. ഈ തലമുറയിലും ഈ കസേരയ്ക്കകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നതേ ഇനിയും കർത്താവിന് നിന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ്. ഈ പകൽ ഈ ദൂത് കേൾക്കുന്നത് കർത്താവിന് നിന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ്. ഈ ലൈവിലൂടെ ഏതൊക്കെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്നത് ഈ പകൽ കർത്താവിന് നിന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ്. ഈ പകൽക്കാലം മടങ്ങി വാ കേട്ടോ, പാപത്തിനകത്ത് ഒതുങ്ങാതെ മടങ്ങി വാ, ദൈവിക സമർപ്പണത്തിനകത്ത് മടങ്ങി വാ, ജീവിത വിശുദ്ധിക്കകത്ത് മടങ്ങി വാ. ദൈവം ഈ കാലഘട്ടത്തിനകത്ത് പിന്നെ ദൈവത്തിന് വേണം. അമ്മേ, ഒരു പദവും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. വചനം പറയുന്നു, കർത്താവ് അവൻ വീഴാതിരിക്കാൻ അപേക്ഷിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം, ആര് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും, ആര് നിനക്ക് വേണ്ടി കരഞ്ഞില്ലേലും, നീ ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പുതുനിയമത്തിലെ ഏക മധ്യസ്ഥൻ നിനക്ക് വേണ്ടി ഈ നിമിഷവും മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക. നീ തകരാതിരിക്കാൻ, നിന്റെ കുടുംബം തകരാതിരിക്കാൻ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്താൽ നീ തകരുമോ? നീ തീർന്നു പോകുമോ? നീ നശിച്ചു പോകുമോ? ഇല്ല കുഞ്ഞെ, നിന്നെ തകർത്ത് കളയാൻ ഒരു സാത്താന്യ ശക്തികൾക്കും കഴിയില്ല. ഈ തലമുറയിൽ നീ അവർണ്ണനീയമായി വളരും. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയിട്ട ഒരു നിമിഷം ദൈവസ്ഥലം നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ പകൽക്കാലം പ്രാർത്ഥനയോട്, സമർപ്പണത്തോട്, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. റാം ഷക്കീരകൾ കമന ബലഘടക. ആഴമായൊന്ന് പ്രാർത്ഥിച്ചട്ടെ, ആഴമായൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആഴമായൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തോട് പറ, കർത്താവേ, പലപ്പോഴും ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിശ്വാസത്തിൻ്റെ പരിശോധനകളെ എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം പറഞ്ഞേ, എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം. റീമാനധരകൾ ഖമന ബലഘടക ശകാരകൾ ഖമന റീമാനധുരി ഖമന ദലഘടക ശകാര ബലഘടക ഓ ശബരധലഘടക ധരാറുകൾ ഖമന. ഒരു നിമിഷം പ്രാർത്ഥിച്ച്
റംശഹാരകൾ ഖമനദലഘടകം ധീരകൾ ഖമ ഊഷവറബലഘടകധരാറികൾ ഖമനദലഘടക ഊറിമാനദലഘടകം ഷഹീരദലഘടകം ധീരകൾ ഖമ റാം ഷഹീരദലഘടകധരാറികൾ ഖമനദലഘടകധരാറികൾ ഖമ ഊഷവറബലഘടകധരാറികൾ ഖമനദലഘടക ഊറിമാനദലഘടകധരാറികൾ ഖമ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഓ ശബരദലഘടകധരാറുകൾക്ക് റിമാനദലഘടകം ശിഖാരദലഘടകം ധാരകൾക്കമ റിമാനക്ഷുരിഖമനദലഘടകം ധാരകൾക്കമനദലഘ റിമാനധുരിഖമനബലഘടകം ധേരകൾക്കമ. ഒന്ന് പ്രാർത്ഥിച്ച് ഓ റിമാനദലഘടകധരാറ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് റാം ശിഖേ ബലഘടകധരാറ് റാം ധുരി ഖമന ബലഘടകധരാറുകൾ ഖമന ബല റാം ധുരി ഖമന ബലഘടകധരാറുകൾ ശാബാറ ധുരി ഖമന ബലഘടക. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു, ആഴമായി സമർപ്പണത്തോടൊന്ന് പ്രാർത്ഥിച്ചു. റാം ധുരി ഖമന ബലഘടക. ദൈവത്തോടൊന്ന് പറ, കർത്താവേ, ഈ വിശ്വാസത്തിന്റെ പരിശോധനയെ ജയിക്കാൻ ആവശ്യമായൊരു ദൈവകൃപ തരണം. ആരെയും നോക്കരുത്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ നിമിഷം ഈ ഹാളിനകത്തായിരിക്കുന്നു. ആഴമായി ഒന്ന് പ്രാർത്ഥിച്ച് ഇത് പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചു. അപ്പാ, ഈ നിമിഷം വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഞങ്ങൾ ഈ നിമിഷം ചിലതിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ചില പരിശോധനകളെ ജയിക്കാം, ചില പരീക്ഷകളെ ജയിക്കാം. പകലധികമായ ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ കൈമാറണം. ഈ തലമുറയിൽ വ്യത്യസ്തരായി നിൽക്കാം, ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽപ്പാം. ഈ ജനത്തിന്റെ മേൽ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ആലയത്തിന്റെ മേൽ ഇന്നൊരു പുതിയൊരു അഭിഷേകത്തെ കൈമാറണമേ. അഭിഷേകത്തിന്റെ പുതുക്കത്തെ കൈമാറണമേ. ഈ നിമിഷം വലിയൊരു ദൈവമഹത്വത്തെ കൈമാറണമേ. ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ച് ഡിക്ലെയർ ചെയ്യുകയാണ്. We welcome you, Holy Ghost. ഞങ്ങൾ പരിശുദ്ധാത്മാവെ അങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയം കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ചു ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ ശക്തിയോടെ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആശം നിറയും
ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുവാൻ തുറന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. 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 അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപകളെ ചേർക്കടിച്ച്. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ അർത്ഥരകലഘടകം ദുരവക്ഷപരം ദുരവൈടവരകമാരി വരവൈടവ അർത്ഥാരീവാരീവാരം ശീരീരീകേമിനീരീക ദുരവൈടവരം ദുരവക്ഷപരം ദരവൈടവ റീമാനാദാരി കാമാനാരി വരവൈറ്റവരം ദുരവൈടവ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ ഒരു ദൈവിക പുതുഭാഷകൾ ഈ പകൽക്കാലം. ഓറിമരവച്ചവരം ദുരവൈടവരകമാരി വരവച്ചവരം ദുരവൈടവരകമ വൈടവരം ദുരജലഘടകം ദുരവൈടവരകമാരി വരവച്ചവരം ദരവൈടവ അർത്ഥരജലഘടകം ദുരവച്ചവരം ദുരവൈടവരകമാരി വരം വൈഡമാനാരി വാരാധാരി ഗാമാനാരി വാരാവ വൈഡവരകമാരി വരവച്ചവരം ദുരവൈടവരകമാരി വരവൈടവ. യെസ് യെസ് യെസ്. ഓറി വരവൈടവരകമാരി വരവച്ചവരം ദുരവൈടവ അർത്ഥരവൈടവരം ദുരവച്ചവരകമാരി വരവൈടവരകവ ദുരജലഘടകത്തരവൈടവരം ദാരീവ അർത്ഥേരി ദേരി വീരക്ഷാരി വരവൈടവരം ധരവൈടവ വൈഡമാനാരി കാമാനാരി വരവച്ചവരം ദുരവൈടവ റീബരവൈടവരകമാരി വരവച്ചവരം ധരവൈടവരം ധ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നൊരു മറ്റൊരു വ്യക്തിയിലേക്ക് ആ ദൈവശക്തി ഇന്ന് പകൽ ആ വ്യക്തി ജഡത്തിന്റെ വീഴ്ചകളെ രാഗമോഹത്തോടുകൂടെ ക്രൂശിക്കുമ്പ ക്രൂശിപ്പ ജയത്തോട് ജീവിപ്പ വിശ്വാസത്തിന്റെ മല്ലപോർ പൊരുത. ആവശ്യമായ ദൈവകൃപ, ദൈവകൃപ
പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരപ്പെടുന്നത് പോലെ ഈ പകൽക്കാലം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ചിലരുടെ കരങ്ങളെ ദൈവം തൊടുകയാ, ചിലവരെ അപരങ്ങളെ ദൈവം തൊടുകയാ, നിന്റെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, നിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പകൽ പരിശുദ്ധാത്മാവിനോട് പറ, കർത്താവേ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില പാപങ്ങളെ ഈ പകൽ പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യണം. ഈ ചില പാപങ്ങളെ പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം അങ്ങ് ഡീൽ ചെയ്യണം. ചില വിഷയങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്യണം. വിശ്വാസത്തിന്റെ പരിശോധനയെ ജയിക്കാൻ കഴിയാവവൻ പുറകോട്ട് വലിക്കുമ, ഒതുക്കി കളയുമ. ഓ റിവാല ഘട്ടകധാര ഘട്ടകധാര അൽഥാരഘാവനോ ശഖേ ലിഖാരവാരഗച്ഛ ധീരമനക്ഷേ ഖമാനമ ഹറാവലാരഗച്ഛരാന. ആ മാളിക മുറിക്കുക ചങ്ങിറങ്ങി വന്നതുപോലെ ഈ നിമിഷം ഈ സന്ധ്യാ സമയത്ത് ഈ ഹാളിനകത്ത് ഞങ്ങൾ അങ്ങ് സ്വാഗതം ചെയ്യുക. അധികമായ ദൈവ സാന്നിധ്യം ചിലരുടെ ശരീരങ്ങളെ ഈ പകൽക്കാല ജീവനും വിശുദ്ധിയുള്ള യാഗമായി ഞങ്ങൾ തൊടണം. നമ്മുടെ പാപത്തിലേക്ക് നടത്തുന്ന ചില ഇന്ദ്രിയങ്ങള് അവന്റെ രോഗമോഹങ്ങളോടുകൂടെ ഈ പകൽ ഞങ്ങൾ ക്രൂശിക്കും. ശക്തന്മാർ കാലഘട്ടത്തെ പിടിച്ചു കുലുക്കുന്ന ശക്തന്മാർ ഇതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ഈ പട്ടണത്തെ ഞങ്ങൾ അവകാശം പറയുകയോ, ഈ പട്ടണത്തെ ഞങ്ങൾ അവകാശം പറയുകയോ, അതിരുകളില്ലാതെ സഭ വളരട്ടെ, അതിർത്തികളില്ലാതെ സഭ വളരട്ടെ. ആശയ്ക്ക് വിരോധമായി ആശയോടെ, ആശയ്ക്ക് വിരോധമായി ആശയോടെ ഈ പകൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ഈ പട്ടണത്തിൽ കണ്ടതല്ല കാണാത്ത ചിലവ്, കാണാത്ത ചിലവ്, അനുഭവിച്ചതല്ല ഇതുവരെയും സഭ കാണാത്തൊരു ഉണർവ്. ഒരത്ഭുതം മതി, ഒരത്ഭുതം മതി, ഒരു ദൈവ പ്രവൃത്തി മതി പട്ടണത്തെ പിടിച്ചു കുലുക്ക. അങ്ങനെയുള്ള ചിലവ്
ഇപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങ് ആരംഭിക്കണമേ. Thank you for pouring out your Spirit. Ramakosakimi ചലിക്കാത്ത മണ്ഡലങ്ങളെ ചലിപ്പിക്കും. ഒരിക്കൽ കൂടെ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ജ്ഞാനാകൃപയാ, അന്ധകാര ശക്തികളെ റാംതുരിക്കമനതേ ജയിക്കും ജ്ഞാനാകൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ജ്ഞാനാ. വിശ്വാസത്തിന്റെ മുൻപിലുള്ള പരിശോധനകളെ നാം അഭിഷേകത്താൽ ജയിക്കും, നാം വചനത്താൽ ജയിക്കും. ദൈവത്തിലുള്ള വിശ്വാസത്താൽ നാം ചിലവിനെ ജയിക്കും. ഗോതമ്പ് മണി പോലെ നമ്മെ പാറ്റാൻ പദ്ധതിയുമായി ഒരുക്കി നിൽക്കുന്ന സാത്താന്യ പദ്ധതികളെ അഭിഷേകം ഡീൽ ചെയ്യും, അഭിഷേകം വഴി നടത്തും, അഭിഷേകം അന്ത്യത്തോളം കൊണ്ടു നടക്കും. പരിശുദ്ധാത്മാവ് നമ്മെ വഴികാട്ടിയായി നമ്മുടെ മുൻപിൽ നടക്കും. നാം തകരില്ല, നാം ശിച്ചു പോകില്ല. സ്വർഗമേ, ഈ പകൽ ഈ ജനത്തെ ഈ വചനമയച്ച് ബ്ലസ് ചെയ്യുകയാണ്. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങളുടെ വിശ്വാസം പോയി പോകുമോ എന്നറിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തൊരു കർത്താവുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചൊരു പിതാവുണ്ട്. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ അങ്ങ് മധ്യസ്ഥ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നിടത്തോളം കാലം, പരിശുദ്ധാത്മാവെ വഴി നടത്തുന്നിടത്തോളം കാലം ഞങ്ങൾ തകർന്നു പോകില്ല, ഞങ്ങൾ നശിച്ചു പോകില്ല. പാപത്തിന്റെ ചില പ്രലോഭനങ്ങളെ ജയിപ്പാൻ ആവശ്യമായ ഒരു ദൈവകൃപ ഈ തലമുറയിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുക. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിന്റെ ആമേൻ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഇരിക്കാമോ? ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സ്വർഗീയമല്ല കർത്താവെ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, സങ്കീർത്തനങ്ങളിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവവചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കിടെ മുൻപിൽ ഈ സന്ധ്യാസമയത്തും ഞങ്ങൾക്ക് തുറന്നു തന്നതിനായി നന്ദി പറയുന്നു.
പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ, നീ ഞങ്ങളെ വളർത്തിയല്ലോ, നീ ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. ഈ പകൽക്കാലം വീണ്ടും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ താണ്ടിരിക്കുകയാണ്. നീ ഞങ്ങളെ കരം പിടിച്ചു നടത്തും, തകർന്നു പോകാതെ അന്ത്യത്തോളം വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ സ്വർഗമിടവരുത്തും. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. ഈ നിമിഷം ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ പേര് ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ദേശങ്ങൾക്ക് അവരൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവസാന്നിധ്യം കൂടെ ഇരിക്കും. മഹത്വം അങ്ങെടുക്കും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തന്നെ ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവിടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മോടും പ്രാർത്ഥിച്ചോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ മടങ്ങി വരുവരിക്കുമാറാകട്ടെ. ഇറക്കപ്പെട്ട കുഞ്ഞാടിന് മകത്വം. ലേലുയ ലേലുയ ലേലു. അമ്മ കർത്താവേ, വേഗം വരണമേ. പ്രാർത്ഥനയോടെ കടന്നു പോകുക. പ്രാർത്ഥന ആവശ്യമുള്ളവർ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.